സൗമ്യേച്ചി, സൗമ്യേച്ചി, സൗമ്യേച്ചി എന്തെടുക്കുവാ? അടിച്ചു വാരുവാ. അല്ല, നീ എവിടെ പോവാ? ഞാൻ വെറുതെ ഇവിടേക്ക് ഇറങ്ങിയതാ. അല്ലേ ചേച്ചി ഒരു കൊച്ചിന്റെ വീഡിയോ സ്റ്റാറ്റസ് ഇടാറില്ലേ? ആ കൊച്ചേതേച്ചി? എടി, അതെന്റെ നാത്തൂന്റെ കൊച്ചാ. അവൾ എന്നും പത്രം വായിക്കും. അതിൽ നിന്ന് അവള് ചോദ്യം ചോദിക്കും. അങ്ങനെ വീഡിയോ ചെയ്യുന്നതാ. അത് ഞാൻ ബുക്കിൽ നോട്ട് ചെയ്യും. ഞാൻ നോക്കാറില്ല. എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നല്ല ജികെയാ. ഓ ആണോ? നിനക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തേലും പണിയുണ്ടോ? ഉമ്മിച്ച് നോക്കിക്കോളും. എനിക്കൊരു തിരക്കുമില്ല. എന്നാ നിന്റെ ജികെ ഞാനൊന്ന് നോക്കട്ടെ. ആയിക്കോട്ടെ, വാ. എന്നാ ഇവിടെ ഇരിക്ക. ശരി ചേച്ചി. എടാ ഉണ്ണി, അമ്മയുടെ ജികെ ബുക്ക് ഒന്ന് എടുത്തോണ്ട് വന്നേടാ. ഇതാ ടോടി ഈ ബുക്ക്. എടി, നീ തമിഴ്നാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഉപ്പുപ്പ ജോലി ചെയ്യുന്ന അവിടെയാ. തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായിരുന്ന വ്യക്തിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി തമിഴ്നാട് 100 രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കുന്നു. ആരാടിയാ നേതാവ്? അയ്യോ, അതാരപ്പ? ഉത്തരം അറിയില്ല അല്ലേ? ഉത്തരം M കരുണാനിധി. അയ്യോ, അതാർന്നോ? എടി, നിനക്ക് പാമ്പിനെ പേടിയുണ്ടോ? അത്ര വലിയ പേടിയൊന്നുമില്ല, പക്ഷെ കണ്ട ചാടിയോടും. ഞാനൊരു പാമ്പിന്റെ ചോദ്യം ചോദിക്കട്ടെ. നാട്ടിൽ കണ്ടെത്തുന്ന വിഷപ്പാമ്പുകളെ രക്ഷപ്പെടുത്തി വനത്തിൽ വിടാനും പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടാനും വനവകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താടി? അള്ളാപടച്ചോനെ, പാമ്പിനെ പിടിക്കാനും ആപ്പോ? ഒരു ബുദ്ധിശാലി. അതും അറിയില്ല. ഉത്തരം സർപ്പാപ്പ്. നിനക്ക് മന്നത്ത് പത്മനാഭനെ കുറിച്ച് അറിയോ? ഓനെ കുറിച്ച് നമ്മള് കേട്ടീന. എന്നാ ഒരു ചോദ്യം ചോദിക്കട്ടെ. മന്നത്ത് പത്മനാഭന്റെ സമ്പൂർണ്ണ രാഷ്ട്രീയ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കി ഡോക്ടർ അനിൽകുമാർ വടവാതൂർ എഴുതി കുരുക്ഷേത്ര പ്രകാശൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താടി? ഓ, അതും പോയി. അപ്പൊ നിനക്ക് എന്താ അറിയാവുന്നേ? ഉത്തരം മന്നത്ത് പത്മനാഭൻ. നീ നോവലൊക്കെ വായിക്കാറുണ്ടോ? നമ്മൾ എത്ര നോവൽ വായിച്ചിരിക്കണം? ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1974 പ്രസിദ്ധീകരിച്ച് 2024 എത്തുമ്പോഴേക്കും 50 വർഷം പൂർത്തിയായ M മുകുന്ദന്റെ നോവൽ ഏതാടി? എന്റെ ഈശ്വര, അതും അറിയില്ലേ? ഉത്തരം മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. നമ്മൾ ബഷീർ ഖാന്റെ നോവലൊക്കെ വായിച്ചേക്കണത്. അതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനെങ്കിലും ഒന്ന് ഉത്തരം പറയണം. സൗമ്യേച്ചി, അടുത്ത നമ്മൾ തകർക്കും. നിങ്ങൾ കണ്ടോളി. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യത്തിന്റെ പേരെന്താടി? അത് നമ്മുടെ അമേരിക്ക. ഓ, അമേരിക്ക. ഇതെങ്കിലും പറഞ്ഞല്ലോ റഷ്യ. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ. ഇന്ത്യ സൗമ്യേച്ചി, ഇത് നമ്മൾ പൊളിക്കും. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാടി? നമുക്ക് ഈ ഓട്ടത്തിനും ചാട്ടത്തിനും വലിയ താല്പര്യമില്ല. ഒപ്പനയായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അതും അറിയില്ല. എടി, നമ്മുടെ ഫ്രാൻസ്. ഓ, ഫ്രാൻസോ? എന്റെ സൗമ്യേച്ചി, ഒരു കാര്യം ചെയ്യേ. ഇനി തൊട്ട് ആ വീഡിയോ എനിക്കും കൂടി ഇട്ടേക്കണേ. ഞാൻ കണ്ടോളാം. ഞാൻ ഇട്ടേക്കാടി, നീ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാ മതി. ആ സൗമ്യേച്ചി, നമ്മളിനി ഇറങ്ങുവാ. എടി, നീ പോവാൻ വരട്ടെ. ഒരു ചായ കുടിച്ചിട്ട് പോ. കണ്ണാ, റസിയേച്ചിക്ക് ഒരു ചായ എടുത്തേ. എടി, ഇന്ന് ചായ കുടിക്ക. എന്നാലും നമ്മൾ ആ വീഡിയോ കാണാണ്ട് പോയല്ലോ റബ്ബേ. എന്നാ ആയിക്കോട്ടെ റസ്യ, പിന്നെ കാണാം. എന്നാ സൗമ്യേച്ചി, നമ്മൾ ഇറങ്ങുവാ.